ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പെപ്ലം ടോപ്പാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 2 മീറ്ററിൻ്റെ കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ആദ്യം നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ യോക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ തുണി ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം വീതിക്ക് ഈ ഒരു തുണീനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീതിക്ക് ഇതുപോലെ തുണീനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ഒരു തുണീനെ നീളത്തിൽ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കാം. ഇതുപോലെ നീളത്തിലൊന്ന് ഹാഫായിട്ട് മടക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തുണീനെ നീളത്തിലും ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു മുകൾ ഭാഗത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2 പീസായിട്ട് മടക്കാണ് ഈ ഒരു സൈഡിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു അറ്റം കംപ്ലീറ്റ് ഓപ്പൺ ആണ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഫുൾ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടോപ്പിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്ത് 24 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ യോക്ക് പോർഷൻ എനിക്ക് വേണ്ടത് 13 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 13 ഇഞ്ച് മാത്രം ആഡ് ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ 1/2 ഇഞ്ച് നമ്മുടെ പ്ലീറ്റ്സുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ടും, അങ്ങനെ ടോട്ടൽ 13ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഞാൻ ഫുൾ ലെങ്ത്ത് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇങ്ങനെ 4ആയിട്ട് മടക്കിയിടുമ്പോൾ ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് 12 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗത്ത് ഷോൾഡർ ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 6.5 ഇഞ്ച് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അടുത്തായിട്ട് ആം ഹോളിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 6.5 ഇഞ്ച് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നേരെ അടിയിലേക്ക് ആം ഹോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെസ്റ്റിൻ്റെ വണ്ണാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് ഞാൻ 9.5 ഇഞ്ച് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 9.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അവിടെ തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 9.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേസ്റ്റിൻ്റെ വണ്ണമാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വേസ്റ്റിൻ്റെ വണ്ണം ഈ ഒരു അടിഭാഗത്തായിട്ട് ഞാൻ 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെയാണ് 8.25 ഇഞ്ച് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അവിടെയും തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോയിന്റുകളും ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഈ 2 പോയിന്റും ഞാൻ ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്കിൻ്റെ വീതി ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിൻ്റെ വീതി 3.5 ഇഞ്ചാണ്, ഞാൻ അതൊന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്, അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ വി നെക്കല്ല കൊടുക്കുന്നത്, വി തന്നെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് വി തന്നെ ഒന്ന് കർവ് ചെയ്തിട്ട് വരയ്ക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട് നെക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1/2 ഇഞ്ചിൽ ഞാൻ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ജസ്റ്റ് അതിനെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. അര ഇഞ്ചിൽ ഞാൻ ഷോൾഡർ സ്ലോപ്പ് ഇതുപോലെ ചെരിച്ച് വരച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ അടിയിലേക്ക് എത്രയുണ്ടെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 6 ഇഞ്ചാണ് കിട്ടുന്നത്, അതിൻ്റെ പകുതി വരുന്നത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു.
ഇനി നമുക്ക് ഈ ഒരു 3 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഈ വരച്ചേക്കട തന്നെ കട്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നെക്ക് കട്ട് ചെയ്യേണ്ട, അതുപോലെ തന്നെ ഷോൾഡർ സ്ലോപ്പും കട്ട് ചെയ്യേണ്ട കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് ഈ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വരച്ചേക്കട തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇവിടെ വെച്ചിട്ട് ബാക്ക് പോർഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു അടിവശത്തു നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. അങ്ങനെ ഈ ഒരു അടിവശത്തു നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമുക്കൊന്ന് ചെരിച്ചങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി ചെരിച്ച് വരച്ചേക്കടെ തന്നെ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് കളയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ചെയ്യാനായിട്ട് ഞാൻ സെപ്പറേറ്റ് ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് മടക്കി വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ് വരുന്നത്. പിന്നെ ഓപ്പൺ ആയിട്ടുള്ള പാർട്ട് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് 9.5 ഇഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് യോക്ക് പോർഷൻ ഇല്ലേ, അത് കറക്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും മടക്ക് വശം കറക്റ്റായിട്ട് തന്നെ വരണം. അപ്പോൾ ഇതുപോലെ ആ ഒരു പീസ് ക്ലോത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ഇതിൽ കൂടെ തന്നെ നമുക്ക് നെക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതേ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാനുള്ള ഗ്യാപ്പ് മാത്രം വിട്ടാൽ മതി. എക്സ്ട്രാ നിൽക്കുന്നത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതേ ഷേപ്പ് തന്നെ മാർക്ക് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഞാനങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിനേക്കാൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അതേ ഷേപ്പ് തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് നെക്ക്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടിൽ ആം ഹോൾ ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ടിൽ ആം ഹോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. അപ്പോൾ ഇതുപോലൊരു കട്ടിങ് വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തായിട്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്ക് പോർഷനിലെ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വീതി ഞാനിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 3.5 ഇഞ്ച് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഇറക്കം ഞാൻ 3 ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് ബാക്ക് നെക്കിൽ എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ബാക്ക് നെക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്ത പോലെ തന്നെ ഒരു പീസ് അടിയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഈ ഒരു തുണി ഹാഫായിട്ട് മടക്കിയതിന് ശേഷം ഈ ഒരു നെക്കിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ രണ്ടിൻ്റെയും മടക്ക് വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് ഈ ഒരു ബാക്ക് പോർഷൻ മാറ്റി വയ്ക്കാം.
ഈ ഒരു നെക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ബാക്കിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്തേക്കുള്ള പ്ലീറ്റ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് താഴേക്കുള്ള പ്ലീറ്റ്സിൻ്റെ ഭാഗം കട്ട് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് തുണി കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ട ഫുൾ ലെങ്ത്ത് 24 ഇഞ്ചാണ്. അതിൽ 13 ഇഞ്ച് നമ്മൾ യോക്ക് പോർഷനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി പ്ലീറ്റ്സിനായിട്ട് എന്തോരം ലെങ്ത്ത് വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 24 മൈനസ് ആ യോക്ക് ലെങ്ത്ത് 13 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11 ഇഞ്ചാണ് കിട്ടുക. ആ ഒരു 11 ഇഞ്ചാണ് നമുക്ക് അടിഭാഗത്തേക്ക് പ്ലീറ്റ്സിന് വേണ്ടേ. അപ്പോൾ ഇങ്ങോട്ട് ഫുൾ ലെങ്ത്ത് എടുക്കുമ്പോൾ 11 ഇഞ്ച് മാത്രം എടുത്താൽ പോരാ, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ 11ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 ഇഞ്ചാണ് കിട്ടുക. ഈ ഒരു 1.5 ഇഞ്ച് എന്തിനാണ് എടുക്കണമെന്ന് പറഞ്ഞുതരാം. 1/2 ഇഞ്ച് നമുക്ക് യോക്ക് പോർഷനായിട്ട് ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് അടിഭാഗം മടക്കി അടിക്കാനും. അപ്പോൾ അതുപോലെ നമ്മൾ ലെങ്ത്ത് 12 ഇഞ്ചിൽ ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ലെങ്ത്തിലുള്ള തുണീനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഹാഫായിട്ട് മടക്കിയിടുമ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 20.5 ഇഞ്ചാണ്. 20.5 ആണ് കേട്ടോ വീതി വന്നിരിക്കണേ ഹാഫായിട്ട് മടക്കുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ ബാക്കിലേക്ക് എടുക്കാനുള്ള പ്ലീറ്റ്സ്. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഫ്രണ്ടിലേക്കുള്ള പ്ലീറ്റ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ പ്ലീറ്റ്സ് കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ തുണി മടക്കിയില്ലേ, അതുപോലെ തന്നെ ഒരു പീസ് ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. അതുപോലെ തന്നെ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. കാരണം ഇവിടെയായിട്ട് ഒരു കട്ടിങ് വരുന്നുണ്ട്. ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ ഭാഗത്ത് കട്ടിങ് വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ലെങ്ത്ത് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബാക്കിൽ 12 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് എടുത്തിരിക്കണേ, അതായത് പ്ലീറ്റ്സിനുള്ള. അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഫ്രണ്ടിലേക്ക് എടുക്കാനായിട്ട്. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും ഫ്രണ്ടിൽ 2 ഇഞ്ചിൽ നമ്മളൊരു കട്ടിങ് കൊടുത്തില്ലേ, ആ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇവിടെ കൊടുക്കണം കേട്ടോ. അതിനായിട്ടാണ് 14.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു തുണി കട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ ലെങ്ത്ത് ഫ്രണ്ട് പോർഷൻ്റെ 14.5 ഇഞ്ച്. അതുപോലെ തന്നെ ഹാഫായിട്ട് ഇടുമ്പോൾ ഈ ഒരു തുണിയുടെ വീതി വരുന്നത് 20.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, 20.5 ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്ക് 2 ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു മിഡിലായിട്ട് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു അറ്റത്തായിട്ടും ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാൻ 2 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു മടക്ക് വരുന്ന ആ ഭാഗത്തുനിന്ന് ദേ ഇതുപോലെ ഒന്ന് ചെരിച്ചറ്റം വരെ വരച്ചു കൊടുക്കണം. കാണിച്ചു തരാം. ദേ ഇതുപോലെ കേട്ടോ, ഒന്ന് ചെരിച്ച് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെരിച്ചൊരു വര വരച്ചിട്ടുണ്ട്. നിങ്ങൾ തെറ്റിപ്പോകരുത്. ഈ ഒരു ഓപ്പണിങ് വരുന്ന ഭാഗത്ത് വേണം ഈ ഒരു ലൈൻ അവസാനിക്കാനായിട്ട് കേട്ടോ. മടക്ക് വരുന്ന ഭാഗത്ത് വേണം 2 ഇഞ്ചിൽ ഹൈറ്റ് വരാനായിട്ട്. അത് മാറിപ്പോകരുത്. ഇനി നമുക്ക് ഈ ചെരിച്ച് വരച്ചേക്കടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്കുള്ള പ്ലീറ്റ്സിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ഇതുപോലെ വരും. നടുക്ക് ചെറുതായിട്ടൊന്ന് ഹൈറ്റ് വരും കേട്ടോ. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ്സിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഞാൻ അത്യാവശ്യം ലെങ്ത്ത് വരുന്ന സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഒരു 19.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മോഡലിൽ ഇവിടെ ചുരുക്ക് വരുന്ന പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ.
ഈ ഒരു 2 മീറ്ററിൽ അതിനുള്ള തുണി നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ റഫ് ഫുൾ സ്ലീവ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്ത് സ്ലീവിൻ്റെ എടുക്കണേ 19.5 ഇഞ്ചാണ്. ആദ്യം തന്നെ തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ തുണി ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. നമ്മൾ 4ആയിട്ട് മടക്കില്ലേ, അതുപോലെ തന്നെ കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ഹാഫായിട്ട് മടക്കിയിടുകയാണ്. അപ്പോൾ ഈ ഒരു തുണീനെ നീളത്തിൽ ഇതുപോലെ ഹാഫായിട്ട് മടക്കി കൊടുത്തു. ഇതുപോലെ ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഞാൻ വീതിക്ക് ഒന്നും കൂടി ഒന്ന് ഹാഫായിട്ട് മടക്കുന്നുണ്ട്. ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ 4ആയിട്ട് നമ്മൾ തുണി മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മുകൾ വശം കംപ്ലീറ്റ് മടക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 പീസായിട്ട് മടക്കാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത്. എനിക്കിവിടെ ഫുൾ ലെങ്ത്ത് സ്ലീവിൻ്റെ വേണ്ട 18 ഇഞ്ചാണ്. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ. ഫുൾ ലെങ്ത്ത് എനിക്ക് വേണ്ട 18 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് ഇവിടെ മടക്കി അടിക്കാൻ, 1/2 ഇഞ്ച് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ 18ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ 19.5 ഇഞ്ചാണ് വരിക. അപ്പോൾ ഈ ഒരു 19.5 ഇഞ്ച് ലെങ്ത്ത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് 19.5 ഇഞ്ച് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 19.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് ഞാൻ സ്ട്രെയിറ്റ് അടി വരെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൈനിൽ ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാനൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഈ 2 പോയിന്റും ഡയഗണലായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സാധാരണ സ്ലീവ് വരയ്ക്കണ പോലെ വരച്ചു കൊടുക്കാം. ഈ ഒരു ലൈനിൻ്റെ ഹാഫ് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ആ ഒരു കർവ് അങ്ങ് വരച്ചു കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗത്തേക്ക് കർവ് ഞാൻ പുറത്തേക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിന്റെ അടിയിലേക്ക് കർവ് ഉള്ളിലേക്കും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിന്റെ ഷേപ്പ് നമ്മൾ ഭംഗിയായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു കർവ് കിട്ടിട്ടോ. ഇനി കൈയുടെ കുറച്ച് വണ്ണം വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് 4.5 ഇഞ്ചിലാണ് വരണേ. അവിടുത്തെ 4.5 ഇഞ്ച് കണ്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വണ്ണം കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4.5 ഇഞ്ചിൽ വണ്ണം 6.5 ഇഞ്ചാണ് വരണേ. ആ ഒരു 6.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 6.5 ഇഞ്ച് വരണേ. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം കേട്ടോ. അവിടെയും തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മളിവിടെ മാർക്ക് ചെയ്തില്ലേ, അവിടെയും തയ്യൽ തുമ്പ് വേണം കേട്ടോ. ആ ഒരു 1.5 ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് കേട്ടോ. ഇനി അടുത്തായിട്ട് എൽബോൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് 12.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എൽബോൻ്റെ അവിടുത്തെ വണ്ണാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെയാണ് 6 ഇഞ്ച് വരുന്നത്. അവിടെ മാർക്ക് ചെയ്തു. അവിടെയും തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് സ്ലീവ് ഓപ്പണിൻ്റെ അവിടെ ഞാൻ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ലീവ് ഓപ്പണിൻ്റെ അവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ തയ്യൽ തുമ്പുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഞാൻ ഇതുപോലൊരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. അങ്ങനെ സ്ലീവ് നമ്മൾ ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ ഭാഗം മാത്രം ഒന്നെടുത്ത് കുഴിച്ച് കട്ട് ചെയ്യാം. അതിനായിട്ട് 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ചേർത്തിടുക കേട്ടോ. ഈ സ്ലീവിൻ്റെ നല്ല വശവും ഈ സ്ലീവിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുഴിച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം, ഫ്രണ്ട് പോർഷൻ മാത്രം കേട്ടോ. അങ്ങനെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതങ്ങ് കളയാം. ഇവിടെ ഒന്ന് ഫ്രണ്ട് പോർഷന് മാത്രം ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് സ്ലീവ്സിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഇവിടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.